ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യം എന്താണ്? വാറണ്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ വാറണ്ടി പ്രശ്നം വരുമോ, ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ വാറണ്ടി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഡാഷ് ക്യാം പിടിപ്പിച്ച് കഴിഞ്ഞാൽ വാറണ്ടി നഷ്ടപ്പെടത്തില്ല. അഡീഷണൽ ഫിറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ എന്തെങ്കിലും പണി തരുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങളത് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കൊരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ വീഡിയോയിൽ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, 12,000 അല്ലെങ്കിൽ ഒരു 13,000 രൂപ മുടക്കി ഒരു ഡാഷ് ക്യാം മേടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലുള്ള ഡ്യുവൽ ഡാഷ് ക്യാം നമുക്കൊന്ന് നോക്കിയാൽ, അതെ ഈ കാണുന്ന DD5 എന്ന് പറയുന്ന ഒരു മോഡൽ ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാം ആണ് വരുന്നത്. അതായത് ഈ ഒരു മോഡലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. അത് നല്ല രീതിക്ക് കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. സാധാരണ ആർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാം തന്നെയാണ്. ഡ്യുവൽ ആണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു 360 ഡിഗ്രി ക്യാമറയുണ്ട്. അതെങ്ങനെ ഒരു ഡാഷ് ക്യാമിൽ ഒരു 360 ഡിഗ്രി വരുന്നത്? സിമ്പിളാണെന്നേ. 6,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഈ ഒരു മോഡൽ ഡാഷ് ക്യാം നിങ്ങൾക്ക് വേണോ? ഈ ഒരു ഡാഷ് ക്യാമിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതിന്റെ ഫിറ്റിംഗ് വീഡിയോ, ഇതെങ്ങനെ മേടിക്കാൻ കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അങ്ങനെ പെട്ടെന്ന് ഇവരെ ഒന്ന് അൺബോക്സ് ചെയ്തല്ലോ. നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നല്ലൊരു ബോക്സ് നമ്മുടെ ഡാഷ് ക്യാം ഇൻസൈഡർ ഇന്നെന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ അതെ നമ്മുടെ ഐറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. N1 ഡ്യുവൽ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. ഓക്കെ, അപ്പോൾ ദേ കവർ തുറന്നു. യെസ്, അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഒരു കുഞ്ഞൻ ഡാഷ് ക്യാമിന് ഇപ്പോൾ ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഡാഷ് ക്യാം വരുന്നത്. ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പിന്നെ മാറ്റി. ഇതാണ് നമ്മുടെ റിയർ വരുന്നത്. ഇതൊരു 360 ക്യാമറയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു, എന്താണ് ഈ 360? യെസ്, നമുക്ക് പറയാം. ഇത് അപ്പ് വരണം, അതായത് ഇങ്ങനെ മേളിൽ വേണം ഒട്ടിക്കാൻ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവിടെ അപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. USB A to C നമുക്കിവിടെ കാണാൻ സാധിക്കും. റിയറിലോട്ടുള്ള ക്യാമറയിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാം. അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതായാലും നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. ഡയറക്റ്റ് ഇവിടെ വന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലത്തെ ക്യാമറ ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും ടൈറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയുള്ള യൂണിറ്റ്. 5 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന DD5യുടെ ഒരു ചാർജർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡ്യുവൽ വരുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഇതിലോട്ട് കണക്ഷൻ കൊടുത്താലും ഒരെണ്ണം നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കവറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതിനകത്ത് മാനുവൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. യെസ്, നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയുള്ള സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡാഷ് ക്യാം ഇതിന്റെ മേളിൽ കൊടുക്കാനുള്ള ഒരു കണക്ടറാണ്. ഇത് നേരെ നമ്മൾ ഇവിടെ വെക്കുന്നു. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇത് ഊരി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഊരിക്കൊണ്ട് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാം. അതായത് എവിടെയെങ്കിലും വല്ല നമ്മൾ വാഹനം സർവീസിനോ കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നൈസായിട്ട് ഊരിങ്ങ് മാറ്റി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറയുടെ ഫിറ്റിങ്ങും അതിൻ്റെ വയറിംഗ് ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ച് ഞാൻ പോവാണ്. ആ വീഡിയോയും കൂടെ, അന്ന് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പിൻ ചെയ്തിട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഏതായാലും ഈ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു നല്ല പൊസിഷൻ കണ്ടുപിടിക്കാം. ഞാൻ ഏകദേശം ഈ ഒരു പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒന്ന് തൽക്കാലം നമ്മളൊന്ന് ടെമ്പററി ആയിട്ടൊന്ന് വെച്ച് നോക്കണം. ഇത് കണ്ടോ, ഇത്തിരി നമുക്ക് താഴോട്ട് ഇറങ്ങി പോരുന്നത് ഞാൻ എപ്പോഴും പറയും. ഒരു മേളത്തെ പൊസിഷനിൽ നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇത് നമുക്ക് ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫേം ആയിട്ട് ഇരുന്നോളും. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. പിന്നെ ഈ ഒരു ക്യാമറ റേറ്റ് കുറയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കുറയുമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നില്ല. പക്ഷേ നല്ലൊരു കാര്യമാണ്. കാരണം രാത്രി നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. രാത്രി ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിക്കുക, അങ്ങനെ ഡിസ്ട്രാക്ഷനോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതിലെ ഫുൾ ഡേറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഫോൺ തന്നെ യൂസ് ചെയ്യണം. അതായത് ഫോണിലോട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡാറ്റാസ് എടുക്കാൻ സാധിക്കും. 256 GB മെമ്മറി കാർഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടേണ്ടത്. മെമ്മറി കാർഡ് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടില്ല. ഇവിടെയാണ് മെമ്മറി കാർഡ് ഉണ്ട്. മെമ്മറി കാർഡ് കൂട്ടത്തിൽ കിട്ടത്തില്ല. 256 GB മെമ്മറി കാർഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന 256 GB മെമ്മറി കാർഡ് മേടിച്ചിടുകയാണെങ്കിൽ ഏറ്റവും നല്ല. നമ്മൾ എപ്പോഴും പിന്നെ ഇതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ അവിടെ നടന്നോളും. ആവശ്യാനുസരണം നമുക്ക് മൊബൈലിലോട്ട് കാണാൻ പറ്റുന്നതാണ്. ആദ്യം തന്നെ ഗ്ലാസ് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. ഇതൊരു സെന്റർ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മുടെ മിറർ വരുന്ന സെന്റർ ആണ്. ഈ ഒരു സെന്റർ പോർഷനിൽ നമ്മൾ ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. സ്ക്വയർ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്വയറിൻ്റെ അകത്തോട്ട് കറക്റ്റ് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനും സാധിക്കും. അതുകൊണ്ട് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഈ ക്യാമറ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഒട്ടിക്കാം. എയർ ബബിളൊക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് പുറത്തോട്ട് കളഞ്ഞാൽ മതി. ഞാൻ നേരത്തെ കാണിച്ച പോലെ കറക്റ്റ് ആ ലെവലിൽ ഇവിടെ ഏറ്റവും പൊക്കത്തിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ ടേപ്പ് ഒന്ന് അഴിക്കുകയാണ്. നല്ല 3M സ്റ്റിക്കറാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ കറക്റ്റ് ട്രയാങ്കിൾ ഒന്ന് കണക്കാക്കി കുറച്ച് നേരം ഒന്ന് പിടിച്ചു വെച്ചേക്കണം. നല്ലൊരു കാര്യമായിരിക്കും. അത്യാവശ്യം ഈ വാഹനം നല്ല ചൂടായിട്ടിരിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിക്ക് ആയിക്കോളും. കാരണം നല്ല വെയിലത്ത് കിടക്കുകയാണ്.
ഓക്കെ, അതപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്കിത് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്യാം. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. യെസ്, ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യാണ്. നമുക്ക് വേണ്ടൊരു ആംഗിൾ എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം അതിൽ വളരെ കൃത്യമായിട്ട് നോക്കി വേണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഞാൻ വയറിംഗ് കൂടെ ഒന്ന് പെട്ടെന്ന് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് വെക്കുകയാണ്. ഇത് നമ്മുടെ റിയർ ക്യാമറയാണ്. ഇത് നമ്മുടെ ചാർജർ യൂണിറ്റിന് വേണ്ടി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പഴയ ചാർജർ ഞാൻ ഊരി ഈ DD5യുടെ ചാർജർ ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. പഴയത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു A to C ആണ് വരുന്നത്. അതും പിന്നെ നമുക്ക് റിയറിലോട്ട് പോകാനുള്ളത് 2 വയറും ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അതായത് ശ്രദ്ധിച്ചോണം, ഞാൻ ഇവിടുന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എക്സസ് വയർ ഉണ്ടെങ്കിൽ താഴെ കണക്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മിക്ക വീഡിയോസിലും ഞാനിത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഓടിച്ചൊന്ന് പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഏറ്റവും അവസാനം, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിതിവിടെ കണക്ട് ചെയ്യുകയാണ്. റിവേഴ്സ് ക്യാമറയുടെ, അതായത് റിയർ ക്യാമറയുടെ ഇതിൻ്റെ ഒരു ഇൻപുട്ടും നമ്മളിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന പടി നല്ല വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ എന്നെ അടിപൊളിയാന്ന് നോക്കി. കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വയറൊക്കെ എടുത്തിരിക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ഫീല് തോന്നും. ലൈൻ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ടാഗ് ചെയ്ത് നേരെ ഈ താഴെ കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ കയറി ഇതിലേ വന്ന് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ വയർ ഞാൻ അതിലേ നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേ ഇങ്ങനെ കയറ്റി ഈ സൈഡിലോട്ട് കൊണ്ടുപോവാണ്. ഞാൻ വയർ തന്നെ ഇതിലേ കൊണ്ടുവന്നു, ഈ ഒരു പോർഷനിൽ കൂടെ എടുത്തു. ഇനി ഇവിടെ ഒട്ടിച്ചുകൊണ്ട് ഇതിനകത്തൂടെ വയർ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ്. അതായത് നമ്മുടെ ഈ ക്യാമറ അപ്പോസിഷൻ ഇവിടെയാണ്. ഇവിടെ ഇനി സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഇതിലെ വയർ ഇതിനകത്തോട്ട് കയറ്റി ഇതിലെ അകത്തോട്ടാക്കി വെച്ചു ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടു. ഈ ഒരു ക്യാമറയുടെ ലൈൻ അതിലേ ഇറക്കി ഇതിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നേരെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. യെസ്, നന്നായിട്ട് ടൈറ്റായിട്ട് കണക്ട് ചെയ്യുക. ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ നോയ്സ് ഡാമ്പിങ് ഷീറ്റും കൂടെ വെച്ച് ഞാൻ ടൈറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് DDPAI എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിൻ്റെ QR കോഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ QR കോഡ് വെച്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ കയറി ഇൻസ്റ്റാൾ ചെയ്യാം. 104 MB ആണ് ആ ഒരു ഫയലുള്ളത്. നമുക്ക് ഏതായാലും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം. ചെറിയ ബ്ലൂ ലൈറ്റ് നമുക്കിവിടെ താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനാണ് ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് എഗ്രി കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ ആപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് നൗ കൊടുത്തു, ഐനോ കൊടുത്തു, ഹലോ ഡിവൈസ് വിത്തൗട്ട് സ്ക്രീൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ കണക്ഷനൊക്കെ കാണിച്ചു. നെക്സ്റ്റ് കണക്ട് ടു വൈഫൈ കൊടുത്തു. വൈഫൈ നോക്കാം, DD5 ഇതേ കിടപ്പുണ്ട്, അത് ക്ലിക്ക് ചെയ്തു. ഇനി ഡിഫോൾട്ട് പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 12345678 കഴിഞ്ഞ് 0. അപ്പോൾ കണക്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. യെസ്, ആക്സസ് ചെയ്തിട്ടുണ്ട്, കണക്ട് കൊടുത്തു. ഫ്രണ്ട് ക്യാമറയുടെ വിഷ്വലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ശ്രദ്ധിച്ചോ, അപ്പോൾ ഞാനിവിടെ മേളിൽ സെറ്റ് ചെയ്യുന്നത് പോലെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ അതുപോലെ നമുക്ക് വേണ്ട ഒരു സെറ്റിങ് എങ്ങനെ വേണമെന്നുള്ള ഒന്ന് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഡാഷ്ബോർഡും കൂടെ കാണത്തക്ക രീതിയിൽ ഒരു അല്പം ബോണറ്റും കൂടെ കാണുന്ന രീതിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ടൈറ്റ് ചെയ്യാണ് ഈ ബാക്കിൽ. യെസ്, അത് നല്ല ടൈറ്റ് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറണ്ട ആ പൊസിഷൻ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലത്തെ വിഷ്വലും കൂടെ എങ്ങനെയാണ് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നതെന്ന് കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ബാക്കിലത്തെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പ്രസ് ചെയ്യാൻ സാധിക്കും. ബാക്കിലത്തെ ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഞാൻ ക്യാമറ ഇപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എനിക്കൊരു ഡൗട്ട് വന്നത് ഇത് അപ്പ് പൊസിഷൻ എങ്ങനെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നോർമലി നമുക്ക് വരുന്നത്, അതായത് ഇങ്ങനെ വേണം പുറത്തുള്ളത് കാണേണ്ടത്. പുറത്തുള്ള വിഷ്വൽസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ ഇതിപ്പം തിരിച്ചടയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് തിരിച്ചടയ്ക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെയല്ല നമുക്ക് വിഷ്വൽസ് വരേണ്ടത്. കാരണം കൃത്യമായിട്ട് നിൽക്കുന്ന രീതിക്ക് കാണണമെങ്കിൽ ഈവൻ ഈ ഒരു രീതിക്കായിരിക്കണം. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പം മേലോട്ട് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ തിരിച്ചടയുമ്പോൾ ഇത് ഈ ഒരു പൊസിഷനിൽ വരും. ഇങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി 360 ഡിഗ്രിയുടെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്യാമറ തന്നെ നിങ്ങൾക്ക് ഇതിപ്പം വാഹനത്തിൻ്റെ പുറത്തുള്ള വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഇത് തിരിച്ചാൽ അകത്തുള്ള, അതായത് നമ്മുടെ ക്യാബിനകത്തുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് അകത്തുള്ള ആൾക്കാരുടെയൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഈ ഒരു ക്യാമറ കൊണ്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിതിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്യട്ടെ. നമ്മുടെ റിയർ ക്യാമറയുടെ റെക്കോർഡിങ്, അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കാര്യം
കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്തു. അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രീൻ ലൈറ്റും അത് വർക്കിംഗ് ആണെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അകത്തൊന്ന് ഞാൻ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസും ഇതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് 360 ഡിഗ്രി പോലെ തന്നെ ഫുൾ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് നോക്കാം. ഏതായാലും ഞാൻ വാഹനം ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ ഈ ഡാഷ് ക്യാമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ഇടവഴി കൂടെ ഒക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു സമയത്ത് ഞാൻ ആദ്യം ചെറിയൊരു വഴി കൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞൻ വഴി കൂടെയാണ് പോകുന്നത്. ഏതായാലും ഡാഷ് ക്യാമിൻ്റെ ഡിസ്പ്ലേയുടെ സംഗതി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ ഞാനിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ മൈക്കിൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ തൊട്ട് നിങ്ങൾ കേൾക്കുന്നത് ഡാഷ് ക്യാമിൻ്റെ ഇൻറ്റേർണൽ മൈക്കിൻ്റെ റെക്കോർഡിംഗ് ആണ്. അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഫ്രണ്ട് ക്യാമ വരുന്നത് 1296 ആണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. പി വരുന്നത് ബാക്ക് വരുന്നത് 1080, അതായത് ഫുൾ HD ആണ്. അതായത് ഫുൾ HD കഴിഞ്ഞും കൂടുതലാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ റെക്കോർഡിങ് വരുന്നത്. അപ്പോൾ ഏതായാലും ഫ്രണ്ട് ആൻഡ് ബാക്ക് അടിപൊളി ആയിരിക്കും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ ഫോണിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാൻ സാധിക്കും. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സൈഡിലോട്ട് ഒന്ന് പാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ വിഷ്വലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആപ്ലിക്കേഷൻ എടുത്തു, ഞാൻ ജസ്റ്റ് കണക്ട് കൊടുത്തു. അന്നേരം തന്നെ അതേ ഇപ്പം നമ്മുടെ ലൈവ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലത്തെ ക്യാമറയുടെ വിഷ്വലും കൂടെ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബാക്ക് ക്യാമറ, ബാക്കിലത്തെ ബമ്പറും കൂടെ കാണുന്ന രീതിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ക്യാമറ. ഏതായാലും ഞാനിത് ആദ്യത്തെ കൈ കൊടുക്കുകയാണ്, പിടിച്ചോ. എന്നിട്ട് നമ്മൾ പോകുന്നതൊക്കെ ജസ്റ്റ് അതിലും ഒന്ന് കാണാൻ സാധിക്കും. അപ്പം നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും. ഇപ്പം നമുക്ക് ഫ്രണ്ടിലത്തെ പൊസിഷനാണ് കാണുന്നത്. ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കാണാൻ പറ്റും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിലത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫോണും കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. ഏതായാലും ഇതിൻ്റെ ഔട്ടും കൂടെ നമുക്ക് നോക്കണം. ഔട്ട് കാണാതെ ഒരിക്കലും നമുക്കൊരു കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത്, ഇതെല്ലാം ഫോൺ വഴി തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സാധനത്തിൽ വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പ്രൈസ് ഒരു രക്ഷയില്ല. ആ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും കിടുവെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല, ഒരു അടിപൊളി കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സെറ്റിംഗ്സ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ള ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ വരുന്നുണ്ട്. റെസൊല്യൂഷൻസ് ഒക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് ഫുൾ HD ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഞാൻ ഏതായാലും 1296 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ, കൊള്യൂഷൻ്റെ എത്രത്തോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ 50 minutes ആഫ്റ്റർ പാർക്കിംഗ്. പക്ഷേ ഇതൊക്കെ ഫോർ വെഹിക്കിൾ വിത്ത് സിഗരറ്റ് ലൈറ്റർ കെപ്റ്റ് ഓൺ ആഫ്റ്റർ സ്റ്റോളിങ്. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ വയറിംഗ് കിറ്റും കൂടെ മേടിക്കാൻ കിട്ടും. അതായത് ഇത് 24 hours 24/7 റെക്കോർഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ഇപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഒരു 13 രൂപ മുടക്കുന്നതിൻ്റെ അത്രയും വലിയൊരു ക്ലാരിറ്റി ഔട്ട്പുട്ട് ഞാൻ പറയുന്നില്ല. എന്നാലും ഒരു ഫുൾ HD ഔട്ട്പുട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഫ്രണ്ടും ബാക്കും കൂടെ റെക്കോർഡിങ്ങിനുള്ള ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ധാരാളമാണ് ഞാൻ പറയും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8000 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 5590 രൂപയ്ക്ക് കിട്ടും. അത് മാത്രമല്ല, ഇത് ശരിക്കും ഓൺലൈനിലെ പ്രൈസാണ് 5590 എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആമസോണിലൊക്കെ ഈ ഒരു പ്രൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു കൂപ്പൺ കോഡ്, അതായത് MG@DDPAI, അതായത് MG@DDPAI കൂപ്പൺ കോഡാണ് ഞാനിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ കൂപ്പൺ കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഡിസ്കൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക. ആ ലിങ്കിൽ കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏതെല്ലാം നൈറ്റിലെ വിഷനും കൂടെ നമുക്കൊന്ന് നോക്കാം.
അങ്ങനെ സമയം ഏകദേശം 8:06 ആയിട്ടുണ്ട്. ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞൊന്ന് എഴുന്നേറ്റു. രാത്രിയിലത്തെ ഒരു ഡ്രൈവിൽ നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ക്യാമറയുടെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ അത്യാവശ്യം ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്തൂടെ രാത്രിയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു വിസിബിലിറ്റി ആണ് ശരിക്കും. ഇപ്പം ഗ്ലാസ് ഏരിയയിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും വാഷ്ഡ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ മിക്കവാറും ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഏതായാലും ഇതിൻ്റെ ഔട്ട് ഞാൻ കണ്ടില്ല, ഔട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കി ഞാൻ കൃത്യം പറയാം. നിങ്ങൾക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഉണ്ടോ അതൊക്കെ ഇടുക. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5,500 എന്ന് പറയുന്നൊരു വലിയൊരു എമൗണ്ട് അല്ല. എന്നാൽ ഒരു ഡ്യുവൽ ഡാഷ് ക്യാമറ വിത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ കൂപ്പൺ കോഡും കൂടെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അത് കളയരുത്. എത്രയും പെട്ടെന്ന് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. മേടിക്കേണ്ട ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണെങ്കിൽ ആ സ്റ്റീരിയോയിലോട്ട് നമുക്ക് ഈ ഒരു ഡാഷ് ക്യാം കണക്ട് ചെയ്യാൻ സാധിക്കും. വൈഫൈ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോൺ കയ്യിൽ എടുത്തില്ലെങ്കിൽ പോലും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനും സാധിക്കും, ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.